السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. സ്നേഹവിശ്വാസികളെ, അല്ലാഹു ഇതുപോലെ അവന്റെ സ്വർഗ്ഗലോകം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെയും നമ്മുടെ അഹലുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന വളരെ പുണ്യകരമായ ഒരു വചനമുണ്ട്. മൻ നകഹലില്ല വഅൻകഹലില്ല ഫസ്തഹഖ വിലായത്തല്ലാഹ്. നിക്കാഹിനെ കുറിച്ചാണ്, കല്യാണത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു ഏറെ പ്രസക്തമായ കാലോചിതമായ ഒരു വിഷയമാണ് ഇന്നത്തെ നിക്കാഹും കല്യാണവും ഒക്കെ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലത്താണ് സത്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ജീവിതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ തുടക്കം, ആരംഭമാണ് നിക്കാഹ് എന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ നകഹലില്ല വഅൻകഹലില്ല ഫസ്തഹഖ വിലായത്തല്ലാഹ്. ഈ ഹദീസ് എന്തുകൊണ്ടും പ്രസക്തമാണ്. ഒരാൾ നിക്കാഹ് ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ, ഒരാൾ ഇണയെ തേടുന്നത്, അവളെ സ്വീകരിക്കുന്നത് അത് അല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ, ഒരു പിതാവ് ഒരു മകളെ ഒരാളിലേക്ക് ചേർത്തു വെക്കുന്നത്, നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് അതും അല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ, അല്ലാഹുവിന്റെ എല്ലാവിധ സഹായങ്ങളും ഈ മനുഷ്യന്, ഈ നവദമ്പതികൾക്ക്, ഈ കുടുംബത്തിന് അല്ലാഹു നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നൊരു ഇണയെ തേടുമ്പോൾ, ഒരു തുണയെ തേടുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ശ്രദ്ധിക്കുന്നത് അവരുടെ സാമ്പത്തികമായ നിലവാരമാണ്, അല്ലെങ്കിൽ അവളുടെ കൃത്യമായ സൗന്ദര്യത്തിന്റെ അളവുകളാണ്, അല്ലെങ്കിൽ അവളുടെ തറവാടിത്തം പറഞ്ഞു നടക്കാനുള്ള പൊലിവാണ്, അതിനു വേണ്ടിയുള്ള തിരച്ചിലാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ രക്ഷിതാക്കൾ തെരയാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങി. കുട്ടികൾ തന്നെ തെരഞ്ഞിട്ട് മക്കളെ, ഇണയെ കാണിച്ച് രക്ഷിതാക്കളുടെ അഭിമാനത്തെ പോലും കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് മക്കൾ മാറി എന്നതാണ്. വെറും മാറി നോക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. എത്ര തരും എന്ന് ചോദിക്കുന്ന കാലത്ത് നിന്ന് അല്ലാഹു തന്നെ പരീക്ഷിച്ചു. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് സ്വർണം തരാം, മുതല് തരാം, പെണ്ണിന് ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിക്കുന്ന കാലത്തേക്ക് അല്ലാഹു നമ്മളെ എത്തിച്ചു എന്നതാണ് ഒരു സത്യം. പണ്ട് കാലങ്ങളിൽ കാരണവന്മാർ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നത് പെണ്ണിന്റെ വിലയായിരുന്നു, പെണ്ണിനെത്ര ദമ്പടി കിട്ടുമെന്നതായിരുന്നു. എന്നാൽ ഇന്ന് ചോദിക്കുന്നത് പെണ്ണിനെ തരുമോ, പണം തരാം എന്നതാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, പരീക്ഷണങ്ങളെ നമ്മൾ മാനിച്ചു നോക്കി, കൃത്യമായിട്ട് ആലോചിച്ചു നോക്കി. ഇങ്ങനെ ഒരു കാലത്തേക്ക് നമ്മളെ അള്ളാഹു എത്തിച്ചു എന്നതാണ്. ഇപ്പൊ ഇതാ പുതിയൊരു പ്രവണത കാലങ്ങളായി നമ്മുടെ മഹലിലോ അല്ലെങ്കിൽ പുറം മഹല്ലുകളിലോ എവിടെയോ ആകട്ടെ, ഇപ്പോഴുള്ള ഒരു പുതിയ പ്രവണത എന്ന് ചോദിച്ചാൽ നിക്കാഹ് പോലും ആർഭാടങ്ങളിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടം. എന്താണ് ഇന്നത്തെ അവസ്ഥ? എന്താ ഒരു നിക്കാഹ്? ഒരു ഇബാദത്താണ്. ഒരു നിസ്കാരത്തിന്റെ ഇടയിൽ പൂരമോ ഉത്സവമോ ആക്കാൻ പാടുമോ? ഇല്ല. എന്നാൽ നിക്കാഹും അതുപോലെയാണ്. ഒരു ഇബാദത്തിന്റെ സദസ്സിലേക്ക് ആനയിക്കുന്ന രംഗങ്ങൾ, അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടലുകൾ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ടോ ഈ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അവസാനം നമ്മൾ കാണുന്നത് ഈ ദമ്പതികൾക്ക് ത്വലാഖുകളിലേക്ക് എത്തുന്നു. അവരുടെ ജീവിതത്തിൽ സുഖങ്ങളില്ല, അവരുടെ ജീവിതത്തിൽ സൗന്ദര്യങ്ങളില്ല. അതിന് വകവെച്ചു കൊടുക്കുന്നു രക്ഷിതാക്കൾ, അല്ലെങ്കിൽ കുടുംബക്കാർ, അല്ലെങ്കിൽ കൂട്ടുകാർ. പറയാനുള്ള ന്യായം നമ്മൾ എന്തു ചെയ്യും എന്നതാണ്. എനിക്കറിയാം, നീ അവിടെ ദീനിനെതിരായി നിക്കാഹ് കർമ്മത്തിൽ ഒരു പ്രവണത കൊണ്ടുവരികയാണെങ്കിൽ ഉപ്പ നിന്റെ നിക്കാഹിന്റെ സദസ്സിൽ ഉണ്ടാവൂല എന്നാണത്തത്തോടെ പറയുന്ന രക്ഷിതാക്കൾ ഈ ലോകത്തുണ്ട് പ്രിയപ്പെട്ടവരെ.
അവിടെയാണ് ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങളും കാട്ടിക്കൂട്ടലുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. വമൻ അഅതാ ലില്ലാഹി വഅഹബ്ബ ലില്ലാഹി വഅബ്അദ ലില്ലാഹി വഅൻകഹ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, എന്തിനാ നിക്കാഹ്? ഇത് സത്യത്തിൽ ഈ പെണ്ണിനെ അങ്ങ് കൂട്ടിക്കൊണ്ടായാ പോരെ, എന്തിനാ നിക്കാഹ്? നിക്കാഹ് എന്നത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും പഠിച്ചതനുസരിച്ച് ഒരു പെണ്ണിനെയും ആണിനെയും അവരുടെ ദാമ്പത്യ ജീവിതം ഹലാലാക്കാനാണെങ്കിൽ അത് പവിത്രമാവണ്ടേ, ആ സദസ്സ് പവിത്രമാവണ്ടേ. സ്നേഹത്തോടെ പറയുന്നു ഇവിടെ ഇരിക്കുന്നവരോടും സോഷ്യൽ മീഡിയകളിലൂടെ കേൾക്കുന്നവരോടും, എന്റെ പ്രിയപ്പെട്ടവരെ, നിക്കാഹിന്റെ സദസ്സെങ്കിലും പരമാവധി പവിത്രമാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. മറ്റൊന്നിനെയും ഞാൻ അനുകൂലിക്കുകയല്ല, അതിന് ഞാൻ സ്വാഗതം ശ്ലാഘനീയമാക്കുകയല്ല, മറിച്ച് അതെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അല്ലാഹുവിന്റെ രീതിക്കും മുത്ത് റസൂലിന് പൊരുത്തപ്പെട്ട രീതിയിലേക്കും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടിയെ തെരഞ്ഞെടുക്കുമ്പോൾ ഇന്ന് അവളുടെ പഠനത്തെ നമ്മൾ വിലയിരുത്തുന്നുണ്ട്, അവളുടെ സാമ്പത്തിക സ്രോതസ്സിനെ നമ്മൾ വിലയിരുത്തുന്നുണ്ട്, അവളുടെ തറവാടിത്തത്തെ നമ്മൾ വിലയിരുത്തുന്നുണ്ട്, അവളുടെ സൗന്ദര്യത്തെ നമ്മൾ വിലയിരുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസും അങ്ങനെയുണ്ട്. വലി ജമാലിഹ വലി നസബിഹ വലി മാലിഹ ഇങ്ങനെയൊക്കെ കാണാം. പക്ഷെ ഇതല്ല ആ ഹദീസിന്റെ അർത്ഥം തന്നെ എങ്ങനെയാണ്? അത് ആദത്തനുസരിച്ച് ആളുകൾ അങ്ങനെയാണ് കാണൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് വലി ദീനിഹ ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനിനാണ് കൽപ്പന കൊടുത്തത്. മറ്റു മൂന്ന് കാര്യങ്ങൾക്കും കൽപ്പനകളില്ല, മറ്റു മൂന്ന് കാര്യത്തിനും കൽപ്പനകളില്ല. ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനിനാണ് കൽപ്പന കൊടുത്തത്. അങ്ങനെ ഒരു ദീനിന് കൽപ്പന കൊടുത്ത ഒരു പെണ്ണിനെ, ദീനുള്ള ഒരു പെണ്ണിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ആ കുടുംബം സലാഹിയത്തുള്ള കുടുംബമാകും, ആ കല്യാണം നല്ല കല്യാണമാകും, ആ കല്യാണങ്ങൾ റാഹത്തിലാവും. സാമ്പത്തികമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചെറിയ തോന്നലുകൾ ആളുകളിലേക്ക് എത്തി. അതേ പൈസ ഉള്ളാണ്, കുറെ ആളുകൾ കടന്നു വരാനുണ്ട്. അങ്ങനെ ഉണ്ട്, പൈസ ഉള്ളവനൊരു ദീന്, പൈസ ഉള്ളവനൊരു ദീന്, തറവാടുള്ളവനൊരു ദീന്, പാവപ്പെട്ടവനൊരു ദീന്. അങ്ങനെ ഒരു ദീൻ എവിടെയാ നമ്മൾ കണ്ടിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ? എല്ലാവർക്കും ഒരു ദീൻ, എല്ലാവർക്കും ഒരു ദീൻ. അത് തറവാടിത്തമുള്ളവനാണെങ്കിലും കുലപതിയിലാണെങ്കിലും മേലാളനും കീലാളനും തൊഴിലാളിയും മുതലാളിയും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ദീനേ ഉള്ളൂ. അത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഒരു ദീന് മാത്രമേ ഉള്ളൂ. അത് മൊയിലേരായാലും എല്ലാത്തവനായാലും ഒരു ദീന് മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലൊരു രംഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളെ ഈ ദാമ്പത്യ ജീവിതങ്ങൾ സുദൃഢമാകുന്നത്, സുതാര്യമാകുന്നത്, സൗന്ദര്യപൂർണ്ണമാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗനീമത്തിന്റെ മുതല് കൊടുക്കുന്ന സ്ഥലത്ത് സഹാബാക്കൾ പരിശുദ്ധ നബിയോട് പറഞ്ഞു, നബിയേ ഇങ്ങ് വാ, ഗനീമത്തിന്റെ മുതൽ ഇതാ അങ്ങ് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞപ്പോ സ്വർണവും വെള്ളിയും കണ്ടിട്ട് ലോകത്തിന്റെ നായകൻ പറഞ്ഞു, തബ്ബൽ ലിദഹബിൻ വഫിദ്ദ, ഇതെന്താണ്? ഈ സ്വർണവും വെള്ളിയും നാശമാണ്, സ്വർണവും വെള്ളിയും നാശമാണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ച വാക്ക് ഇന്ന് മനുഷ്യൻ 90,000-ത്തിലപ്പുറത്തേക്ക് 8 ഗ്രാം ഒരു പവന് സ്വർണം കൂടിയപ്പോ രക്ഷിതാക്കൾ അറതുള്ളി പറയാൻ തുടങ്ങി, തബ്ബൽ ലിദഹബ്, എന്തൊരു വലയാണ്, എന്തൊരു നാശമാണ്, ആരാണ് ഈ സ്വർണ്ണ സ്വഭാവം ഉണ്ടാക്കിയത് എന്ന് മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ ആ ലോകത്ത് പറഞ്ഞു വെച്ചത്. ഇന്ന് ഈ ലോകത്ത് അന്വർത്ഥമാകുന്ന ലോകത്തേക്ക് സാമ്പത്തികമായ കൂടുതലുകൾ സ്വർണങ്ങളിൽ വന്നുപോയി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ ചോദിച്ചു, സഹാബ പിന്നെ എന്താ വേണ്ടത്? തബ്ബൽ ലിദഹബിൻ വഫിദ്ദ എന്ന് നബിയെ അങ്ങ് പറയുമ്പോ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, എന്താ പിന്നെ നബിയെ ഈ ലോകത്ത് കിട്ടാനുള്ളത്? അർബഅത്തും മിൻ കുനൂസി ദുനിയാ വലിസാനൻ ദാകിർ വഖൽബുൻ ഷാകിർ വബദനുൻ സാബിർ വസൗജത്തുൻ തുഈനു അഹദുക്കും അലാ ദീനിഹി. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് ഒരു മനുഷ്യന് ലഭിക്കുന്ന കാര്യങ്ങൾ എണ്ണപ്പെട്ടവിടെ പറഞ്ഞത്, ഒന്ന് ദിക്ർ ചൊല്ലുന്ന നാവ്, മറ്റൊന്ന് ശുക്ർ ചെയ്യുന്ന കൽബ്, മറ്റൊന്ന് സബറുള്ള ക്ഷമയുള്ള ശരീരം, മറ്റൊന്ന് പറഞ്ഞത് വസൗജത്തുൻ തുഈനു അഹദുക്കും അലാ ദീനിഹി, സുബഹിക്ക് മൂടി പൊളിച്ച് കിടക്കുന്ന പുരുഷനെ അല്ലെങ്കിൽ സുബഹിക്ക് മൂടി പൊളിച്ച് കിടക്കുന്ന സ്ത്രീയെ വിളിച്ചുണർത്താൻ പറ്റുന്ന ഭർത്താവിനെ, ഭാര്യയെ, ദീനിന്റെ കാര്യങ്ങളിൽ ഭാര്യക്കും ഭർത്താവിനും പരസ്പരം ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ഇണയെ, തുണയെ ഒരാൾക്ക് ലഭിച്ചാൽ അതാണ് ലോകത്ത് ഏറ്റവും
വലുത് എന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നായകൻ മുഹമ്മദുൽ മുസ്തഫ അദ്ദുനിയാ കുല്ലുഹാ മതാഉൻ വഗൈറു മതാഇഹാ അൽ മർഅതു സാലിഹ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ ലോകത്തെ എല്ലാ വിഭവങ്ങളാണ് വഗൈറു മതാഇഹാ, ലോകത്ത് ദുനിയാവിലെ മുഴുവൻ വിഭവങ്ങളാണ്, പക്ഷേ ഏറ്റവും നല്ല വിഭവം അൽ മർഅതു സാലിഹ. ഒരാൾ മന്നകഹൽ മർഅത ലിമാലിഹ വലിജമാലിഹ, ഒരാൾ മാലിയത്തും ജമാലിയത്തും മാത്രം നോക്കിയിട്ട് പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അയാൾക്ക് നഷ്ടമാണ്. ഹുർരിമ ജമാലഹ വമാലഹ, ആ മാലും ജമാലിയത്തും നഷ്ടത്തിലാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ വളരെ ഖേദകരം തോന്നിപ്പോകുന്നു ചില സമയങ്ങളിൽ ആളുകളുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ. ചിലവർ പറയും തലയെക്കെട്ട് കെട്ടിയ മൊയ്ലിയരെ പറ്റൂല, തലയെക്കെട്ട് കെട്ടിയ മൊയ്ലിയരെ വേണ്ട, ജോലിയുള്ള ആളുകളെ മതിയെന്ന്. നിങ്ങൾ ആരെയും സ്വീകരിക്കാം, ഞാൻ ആ ഒരു ഫീൽഡിൽ ആ ഒരു മാർഗത്തിലായതുകൊണ്ട് പറയില്ല, മറിച്ച് അങ്ങനെ പറയരുതെന്ന്. തലയെക്കെട്ട് കെട്ടിയ ഒരാളെ അല്ലെങ്കിൽ ഒരു മൊയ്ലിയരായ ഉസ്താദായ ഒരാളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന പെണ്ണിന്റെ വാക്കെന്താ? ദീനുള്ള ഒരാളെ വേണ്ട എന്നല്ലേ. ചില മൊയ്ലിയമാരും അങ്ങനെ ഉണ്ട്, ഈ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടൂല, അതുകൊണ്ട് ഞാൻ ഇതൊന്ന് മാറുന്നു, ദീന് വിട്ടുപോയിട്ട് ഒരു പെണ്ണിനെ കിട്ടുന്ന സ്വഭാവം. എന്തിനാ അവർക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, ദീനുള്ള ആളെ വേണ്ട എന്ന് പറയുന്ന പെണ്ണിന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കേണ്ട വിഭവം എന്താണ്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഏതെങ്കിലും പെണ്ണിനെ തലയെക്കെട്ട് കെട്ടിയ ഏതെങ്കിലും തലയെക്കെട്ട് കെട്ടിയ ആള് പെണ്ണ് കെട്ടിയ പെണ്ണ് ഏതെങ്കിലും കാലത്ത് പട്ടിണി കടന്നിട്ട് മരണപ്പെട്ടു പോയ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലെന്ന്. അതൊക്കെ അള്ളാഹു തരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദീനുള്ള ആളുകളെ, ദീനുള്ള പെണ്ണിനെ, സലാഹിയത്തുള്ള പെണ്ണിനെ, സലാഹിയത്തുള്ള ആണിനെ തന്റെ മക്കൾക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ എന്ന് മാറുന്നുവോ അന്ന് നിർത്തും അള്ളാഹുവിന്റെ അദാബ്. അതായത് ഇന്ന് മക്കൾ തെരഞ്ഞെടുക്കുകയാണ്, ഇന്ന് തന്റെ മകനും മകളും തെരഞ്ഞെടുക്കുകയാണ് അവർക്ക് വേണ്ട കുട്ടികളെ, അവർക്ക് പോന്ന കുട്ടികളെ. എന്നോടൊരാൾ പറഞ്ഞൊരു സുഹൃത്ത് പറഞ്ഞു, ഉസ്താദേ, ഏറ്റവും നല്ലത് പ്രേമമാണ്. കാരണം ഒരു പെണ്ണിനെ വീട്ടിൽ പോയി അറേഞ്ച്മെന്റ് മാരേജ് നടത്താൻ പറ്റാത്തൊരു കാലാണ്. കാരണം എന്താ? അവിടെ പോയി പെണ്ണിനെ തെരഞ്ഞു കൂടാൻ നല്ല ഒരു സൗന്ദര്യമുള്ള നല്ല ഒരു കുടുംബത്തിലെ പെണ്ണാണെങ്കിൽ ആ പെണ്ണിനെ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ കഴിയില്ല. കാരണം അവൾക്ക് കാമുകനുണ്ടാവാം. അതുകൊണ്ട് ഏറ്റവും നല്ലത് പ്രേമമാണെന്ന് പഠിക്കുന്ന ഒരു ജനറേഷന്റെ കാലത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. ഇതിന്റെ കാരണക്കാരിൽ ഒരു മുഖ്യ പങ്ക് രക്ഷിതാക്കൾക്കുണ്ടോ എന്നതാണ്. രക്ഷിതാക്കൾക്ക് എല്ലാം വേണം, പക്ഷെ മക്കൾ തെറ്റിലേക്ക് പോവാൻ പാടില്ല. രക്ഷിതാക്കൾക്ക് കോയമ്പത്തൂരിലെ, മദ്രാസിലെ, ബാംഗ്ലൂരിലെ, പുറം ലോകത്ത് പോയി, UK-യിലെ, മറ്റെവിടെ മറിച്ചവിടെ അങ്ങനെയുള്ളവിടെയൊക്കെ പോയി പഠിച്ച് വലിയ പ്രതാപമുള്ള മക്കളാവണം, പക്ഷെ തെറ്റിലേക്ക് പോവാൻ പറ്റൂല. എങ്ങനെയാണ്? ഇംഗ്ലണ്ടിലാവട്ടെ, യൂറോപ്പിലാവട്ടെ, മറ്റു കൺട്രികളിലാവട്ടെ, ഒരു കുട്ടിയുടെ സാഹചര്യമാണ് അവിടുത്തെ കൾച്ചർ ആ കുട്ടിക്ക് സൃഷ്ടിച്ചു കൊടുക്കുക. തന്റെ കൂടെ ജീവിക്കുമ്പോ തന്റെ കൾച്ചർ കിട്ടും, തന്റെ നാട്ടിൽ ജീവിക്കുമ്പോ ആ കൾച്ചർ കിട്ടും. പഠനത്തിന് മാത്രം മുൻതൂക്കം നൽകി കുട്ടികളുടെ ദാമ്പത്യ ജീവിതത്തിനെ, കുടുംബ ജീവിതത്തിനെ തകർന്നടിക്കുന്ന രൂപത്തിലേക്ക് കുടുംബമേ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ നമ്മൾ മാറിയാൽ ഇതിലേറെ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു നന്മയുള്ള കുടുംബത്തിനെ, മക്കളെ വാർത്തെടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.